എൻ്റെ മോനെ കിട്ടാവുന്ന ബെസ്റ്റ് തെറാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറയുന്ന വേർഡ്സിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ ക്ലാപ്പ് എപ്ലൈൻ ചെയ്യാൻ മറന്നുപോയെങ്കിൽ നമ്മളോട് ക്ലാപ്പ് ചെയ്യാൻ വന്ന് പറയാറുണ്ട്. മൊത്തത്തിലുള്ള അവൻ്റെ ബിഹേവിയർ വൈസ് ആണെങ്കിലും ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആണ്. മോൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 1 വർഷമായല്ലോ. അപ്പോൾ കുട്ടിയുടെ സ്പീച്ചിലും റൈറ്റിങ്ങിലും വന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്ന് പറയാമോ? ഇപ്പോൾ സ്പീച്ചിലും റൈറ്റിങ്ങിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സ്പീച്ചിലാണെങ്കിലും നമ്മൾ വീട്ടിൽ പറയാത്ത ഒത്തിരി പുതിയ വാക്കുകൾ പറയുന്നുണ്ട്. ആ പറയുന്ന വേർഡ്സിന് നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ റൈറ്റിങ്ങിലാണെങ്കിലും ഒരു ജെ വരെ നല്ല അവൻ തന്നെ എഴുതി പോകുന്നുണ്ട്. ഇപ്പം വീട്ടിലാണെങ്കിലും മോളുടെ അടുത്താണെങ്കിലും കൂടുതൽ അടുപ്പം വന്നിട്ടുണ്ട്. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവൾ വേറെ റൂമിലാണെങ്കിൽ പോയി മോളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അടുത്തിരുത്തി ഞങ്ങൾ രണ്ടുപേരുടെയും നടുക്ക് അങ്ങനെ ഇരിക്കാനൊക്കെ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കസിൻസൊക്കെ വരുമ്പം പിള്ളേരുടെ കൂടെ കളിക്കാൻ എപ്പോഴും കളിക്കാനുള്ള സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിലും അതെ, മറ്റു കുട്ടികളുടെ കൂടെയൊക്കെ ഇപ്പം പെട്ടെന്ന് ജല്ലപ്പ് ചെയ്യുകയും നന്നായിട്ട് ആൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ക്ലാപ്പ് ചെയ്യാൻ പറയും. ഇങ്ങനെ കാണിച്ചു ക്ലാപ്പ് ചെയ്യാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. നമ്മൾ ക്ലാപ്പ് എപ്ലൈൻ ചെയ്യാൻ മറന്നുപോയെങ്കിൽ നമ്മളോട് ക്ലാപ്പ് ചെയ്യാൻ വന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ സ്പീച്ചിലാണെങ്കിലും ഇപ്പോൾ വാക്കുകളൊക്കെ ഒരുവിധം നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എല്ലാ വാക്കുകളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ സെന്റൻസിലേക്കും വരുന്നുണ്ട്. പിന്നെ വേർഡ്സ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നേരത്തെ ഒത്തിരി തവണ ഞാൻ കൈകൊണ്ട് എഴുതിച്ചായിരുന്നു അവന് പ്രാക്ടീസ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ച് എഴുതിച്ചൊക്കെ സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ടിട്ട് വരയിടാൻ പറയുമ്പോൾ പെട്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ മോനെ കിട്ടാവുന്ന ബെസ്റ്റ് തെറാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. മാക്സിമം കുട്ടികൾക്ക് ഉള്ള എന്താ പറയുക സപ്പോർട്ട് ആവട്ടെ, നല്ല രീതിയിൽ കുട്ടികൾ ഡെവലപ്പ് ആവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ വാക്കുകളാണ് നമുക്ക് ഏറ്റവും വലിയൊരു സ്ട്രെങ്തും ഏറ്റവും വലിയൊരു പ്രചോദനം മുന്നോട്ട് പോകാൻ. അപ്പോൾ അത് നിങ്ങൾ ഇത്ര നന്നായിട്ട് പറയുന്നതിന് ഞാനും വളരെ താങ്ക്ഫുള്ളാണ്.